നമസ്കാരം. ഞാൻ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. എന്നോടൊപ്പം സ്ക്രീനിൽ കാണുന്ന ഇയാളുടെ പേര് സയ്യദ് ജവഹർ എന്നാണ്. ഇദ്ദേഹം ഉപ്പള ഹീറോ ഗല്ലി സ്വദേശിയാണ്. കുറച്ചു കാലം മുമ്പ് ഇയാൾ ദുബായിലെ ദൈരയിൽ ഒരു മൊബൈൽ കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അത്യാവശ്യം നല്ല നിലയിൽ ജീവിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. തങ്ങൾ കുട്ടിയാണെങ്കിലും അത്യാവശ്യം ഫാഷനും മറ്റു കാര്യങ്ങളിലുമൊക്കെ വലിയ താല്പര്യമുണ്ടായിരുന്ന നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരനെ കുറിച്ച് ആർക്കും ഒരു പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കാലങ്ങളായി സയ്യിദ് ജവഹറിന്റെ രീതികളിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ആരോടും വലിയ രീതിയിൽ സംസാരിക്കില്ല, വീട്ടിൽ നിന്നും സംസാരിക്കില്ല, പ്രദേശത്ത് ആരോടും അത്ര മിണ്ടാട്ടമില്ല. അങ്ങനെ ഒതുങ്ങിപ്പോകുന്ന രീതിയിലേക്ക് ജവഹർ മാറി. അങ്ങനെ കുറച്ചു കാലം കൊണ്ട് 3 27B NDPS കേസിൽ പ്രതിയാകുകയും ചെയ്തു. അതായത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് ഇയാൾ പ്രതിയായി എന്ന്. നല്ല നിലയിൽ ജീവിച്ചിരുന്ന, നല്ല ശമ്പളം വാങ്ങിച്ചിരുന്ന, എല്ലാവരും കൊണ്ട് നല്ല പേര് പറയിപ്പിച്ചിരുന്ന ഒരു വ്യക്തി മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം ആകെ മാറിപ്പോയി എന്ന് തന്നെ പറയണം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 10.9 ഗ്രാം MDMA, അതായത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, ജാമ്യം കിട്ടാനൊക്കെ വലിയ പ്രയാസമാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയുമായി ഇയാളെ കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. നിങ്ങൾ നോക്കണം, നല്ല നിലയിൽ, നല്ല നിലവാരത്തിൽ, നല്ല ജീവിതശൈലിയുമായി ജീവിച്ചിരുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫോട്ടോ കൂടി നിങ്ങളൊന്ന് കാണുക. നോക്കണേ, മയക്കുമരുന്നിന് ഒരാളെ എത്രത്തോളം മാറ്റാൻ സാധിക്കുമെന്നതിൻ്റെ തെളിവാണ് ഈ സയ്യദ് ജവഹറിൻ്റെ ഇപ്പോഴത്തെ ഈ ഫോട്ടോ. മാത്രമല്ല, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന, എല്ലാവർക്കും വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്ന ഇയാളിപ്പോൾ അന്തർമുഖനാണ്. വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടെ തന്നെ ബാക്കി, വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ ബാക്കി. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ്റെ മൊത്തം ജീവിതം താളം തെറ്റിപ്പോയി. ഇപ്പോൾ നമ്മൾക്കിത് പറയേണ്ടി വന്നത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ, അതായത് ഇത് വലിക്കാനുള്ള പണത്തിനായി വിൽപ്പനക്കാരനായി മാറേണ്ടി വന്ന ഒരു സാഹചര്യം. പ്രദേശത്തെ നല്ലൊരു ചെറുപ്പക്കാരനായിട്ടും ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു ഇയാൾ. എന്താണ് ഇതിനൊക്കെ കാരണം? ഒന്ന് ടേസ്റ്റ് നോക്കിയിടാ, ചില്ലാക്കിടാ എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ തന്ന ഒരു MDMA വലിച്ചതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഈ കാണുന്നത്. ഇനി ഇത്തരം കൂട്ടുകാരോടൊപ്പം കൂടിയാൽ ചിലപ്പോൾ വലിക്കാൻ നമ്മൾ തയ്യാറായെന്ന് വരില്ല. അപ്പോൾ വെള്ളത്തിൽ കലക്കി തരും, സോഡയിൽ കലക്കി തരും, ജ്യൂസിൽ കലക്കി തരും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ മാറ്റം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ മക്കൾക്ക് ലാച്ച് കൊടുക്കുക. നാണക്കേടായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു കഥയായിട്ട് മാറട്ടെ ജവഹറിൻ്റെ സ്റ്റോറി. ആ ചെറുപ്പക്കാരനോട് നല്ല വിഷമമുണ്ട്, അത്ര സങ്കടമുണ്ട്. ആ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ വലിയ വേദനയൊക്കെ തോന്നി. ഞാൻ മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ പറയാം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നമ്മുടെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികളെ മയക്കുമരുന്നിന് അടിമകളാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ നല്ല വണ്ടികളുണ്ട്. ബുള്ളറ്റിൻ്റെ പുതിയ മോഡലൊക്കെയാണ് വണ്ടികളുള്ളത്. ജീപ്പുകൾ, അതായത് താറ്, വലിയ വലിയ വാഹനങ്ങൾ ഒക്കെ അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ പെൺകുട്ടികൾക്ക് MDMA നൽകി അവരെ സെക്സിൻ്റെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാനും അവരെ ഉപയോഗിക്കാനും വേണ്ടിയിട്ട് നമ്മളെ നാട്ടിലുള്ള, നമ്മൾക്കൊക്കെ അറിയുന്ന ചെറുപ്പക്കാരാണ് ഇറങ്ങിയിട്ടുള്ളത്. പുതിയ ബസ് സ്റ്റാൻഡിൽ തമ്പടിക്കുന്ന ചെറുപ്പക്കാരികൾ ഓർക്കുക, നിങ്ങളൊരു ദിവസം ഇവരുടെ കൈകളിൽ അകപ്പെട്ടാൽ റോഡിലെത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. റോഡിലെത്തും. നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത രീതിയിൽ റോഡിലെത്തുമെന്ന് നിങ്ങൾ മറക്കരുത്. ഈ വാർത്ത പറയുമ്പോൾ ഇതും കൂടി ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. മറക്കരുത്, നിങ്ങൾക്കൊരൊറ്റ ഒരു ജീവിതമേ ഉള്ളൂ. അത് അന്തസ്സോടെ, അഭിമാനത്തോടെ ആഘോഷിച്ച് ജീവിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.